ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓൾ വൺ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ ഇന്ന് MA സോഷ്യോളജി ക്ലാസ്സസ് കണ്ടിന്യൂ ആണ്. സോ ഇന്ത്യൻ സോഷ്യോളജി ആണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. ഇന്ന് പുതിയ ടോപ്പിക് തുടങ്ങുകയാണ്. ഇറ്റ് ഈസ് കാസ്റ്റ് സിസ്റ്റം. വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്. എല്ലാ കൊല്ലവും നോക്കിയാലും കണ്ടിന്യൂസ് ആയിട്ട് ചോദ്യം വരുന്ന ഒരു മേഖലയും കൂടിയാണ്. സോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ടോപ്പിക്കിലോട്ട് കിടക്കാം. അതിനു മുമ്പായിട്ട് ക്ലാസ്സിന്റെ സ്ട്രക്ചർ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ ആ തിയറീസ് അതെങ്ങനെയാണെന്ന്, കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പം തിയററ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി തരും. അതിനുശേഷം ക്ലാസ്സിന്റെ അവസാനമാകുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഒരു മോഡൽ ആൻസർ. ഇത് നമുക്ക് പരീക്ഷയിൽ എഴുതണം, 500 വാക്കായിട്ട് എഴുതണ്ടേ. അതേപോലെ നമ്മൾ തയ്യാറാക്കിയ ഒരു മോഡൽ ആൻസർ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. അതായത് നമ്മൾ ഇന്ന് ഇപ്പൊ പഠിക്കാൻ പോകുന്ന തിയറീസ് എങ്ങനെ ഒരു ആൻസർ ആയിട്ട് എഴുതാന്നുള്ളത്. ഓക്കെ, സോ നമുക്ക് തുടങ്ങാം. സോ സോഷ്യോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കാസ്റ്റ് സിസ്റ്റം ഇൻ ഇന്ത്യ. സോ നമുക്കറിയാം കാസ്റ്റ് സിസ്റ്റം അല്ലേ. സോ എങ്ങനെയാണ് കാസ്റ്റ് സിസ്റ്റത്തെ സോഷ്യോളജി മനസ്സിലാക്കുന്നത്? ഓക്കെ, നമുക്ക് നോക്കാം. സോ കാസ്റ്റ് സിസ്റ്റത്തെ പറയുകയാണെങ്കിൽ നമുക്കറിയാം ഇറ്റ്സ് ദ മോസ്റ്റ് എൻഡ്യൂറിങ് അല്ലേ. എത്ര കാലം തൊട്ട് തുടങ്ങിയത്? ഋഗ്വേദിക് പീരീഡ് മുതൽ ആരംഭിച്ചതാണ്. ഏറ്റവും മോസ്റ്റ് എൻഡ്യൂറിങ് ആൻഡ് കോംപ്ലക്സ് ഫീച്ചർ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി ആയിട്ട് നമുക്ക് കാസ്റ്റ് സിസ്റ്റത്തിന് പറയാം. കോംപ്ലക്സ് ഫീച്ചർ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി ആയിട്ട് നമുക്ക് പറയാം. സോ നമ്മൾ കാസ്റ്റ് സിസ്റ്റത്തെ മനസ്സിലാക്കുന്നത് ജസ്റ്റ് ഒരു റിലീജിയസ് ആംഗിളിൽ നിന്ന് മാത്രമല്ല. ഓക്കെ, ഒരു റിലീജിയസ് ആണ്. നമുക്കറിയാം കാസ്റ്റ് എന്ന് പറയുമ്പം മേജർലി ഹിന്ദു റിലീജിയനിലാണ് വരുന്നതെങ്കിലും നമ്മളൊരു റിലീജിയസ് അല്ലെങ്കിൽ കൾച്ചറൽ ആംഗിൾ മാത്രമല്ല അതിന് കൊടുക്കുന്നത്. എന്തും കൂടി കൊടുക്കും? ഒരു സിസ്റ്റം ഓഫ് വ്യൂ ഇറ്റ് ആസ് എ സിസ്റ്റം ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. എ സിസ്റ്റം ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. എന്താണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് വെച്ചാൽ? ഒരു സ്ട്രാറ്റകളായി തിരിച്ച്, ആൾക്കാരെ ഓരോ സ്ട്രാറ്റകളായി തിരിച്ച് തരംതിരിച്ച് അവർക്ക് ഇടയിൽ ഒരാൾ അതിനേക്കാൾ ഉയർന്നത് അല്ലെങ്കിൽ ഒരാൾ മറ്റേ ഒരു സ്ട്രാറ്റ ഈ ഒരു സ്ട്രാറ്റയേക്കാൾ ചെറുത് അല്ലെങ്കിൽ മറ്റേത് അതിനേക്കാൾ വലുത് എന്ന് പറയുന്നതാണ് നമ്മൾ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. എ ഫോം ഓഫ് സോഷ്യൽ ഇനിക്വാലിറ്റി ആണ്. ബട്ട് നമ്മൾ തരം തിരിച്ച ആൾക്കാരെ ഓരോ സ്ട്രാറ്റകളാക്കി അല്ലേ, ഓരോരോ സ്ട്രാറ്റകളാക്കി തിരിച്ച് തരംതിരിക്കുന്നു അല്ലെങ്കിൽ വേർതിരിക്കുന്നു. അതിനെയാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. സോ നമ്മൾ കൾച്ചർ ആൻഡ് റിലീജിയസ് ആംഗിൾ മാത്രം കൊടുത്തല്ല നമ്മൾ കാസ്റ്റ് സിസ്റ്റത്തെ കാണുന്നത്, പിന്നെ ഒരു സിസ്റ്റം ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആയിട്ട് കൂടി അത് പറയുന്നുണ്ട്. എൻ്റെ പ്രിപ്പയർ ചെയ്ത നോട്ട് ഇവിടാണ്, അതാണ് കൂടെ ഇങ്ങോട്ട് നോക്കുന്നത്. ഓക്കെ, സോ യാ, ഇനി നമുക്ക് കാസ്റ്റ് സിസ്റ്റത്തിനെ ഏതൊക്കെ രീതിയിലാണ് മനസ്സിലാക്കുന്നതെന്ന് നോക്കാം. ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് ഏതൊക്കെ പെർസ്പെക്റ്റീവ്സിലാണ് കൂടുതലായി കാസ്റ്റ് സിസ്റ്റത്തെ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ജസ്റ്റ് നമുക്ക് ഫസ്റ്റ് പേപ്പർ പഠിച്ചവരാണെങ്കിൽ അറിയാം, ഒരുവിധം മേജർ ആയിട്ടുള്ള സ്കൂൾസ് ഫങ്ഷണൽ സ്കൂൾ അല്ലെങ്കിൽ സ്ട്രക്ചറൽ ഫങ്ഷണലിസം. ഓക്കെ, ഫങ്ഷണൽ സ്കൂളുകാർ ഇതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഫങ്ഷണലിസ്റ്റ് വ്യൂസ് കാര്യമായിട്ട് ഇതിനെപ്പറ്റിയുണ്ട്. മാർക്സിസ്റ്റ് അഥവാ കോൺഫ്ലിക്റ്റ് വ്യൂസ് കാര്യമായിട്ടുണ്ട്. പിന്നെ ഇന്ററാക്ഷനിസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഇതിനെ വേറെ എന്ത് പേര് പറയണം? സിംബോളിക് ഇന്ററാക്ഷനിസം. സോ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻട്രോയിൽ പരമാവധി കൊണ്ടുവരുന്ന കാര്യമാണ്. ജസ്റ്റ് ഒരു ഇൻട്രോ പോലെ നിങ്ങളത് മനസ്സിലാക്കി വെച്ചോ. ഏറ്റവും എൻഡ്യൂറിങ് ആൻഡ് കോംപ്ലക്സ് ഫീച്ചർ ആണ് ഇന്ത്യൻ സൊസൈറ്റിയുടെ അല്ലേ. ഇതിന് റിലീജിയസ് കൾച്ചറൽ ആംഗിൾ മാത്രമല്ല, നമ്മൾ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആംഗിളിൽ കൂടെയാണ് കാസ്റ്റ് സിസ്റ്റം പലപ്പോഴും നമ്മൾ നോക്കിക്കാണുന്നത്. ഇതിനെ പല പെർസ്പെക്റ്റീവ്സ് നമ്മൾ കാണുന്നുണ്ട്. ഫങ്ഷണലിസ്റ്റ്, മാർക്സിസ്റ്റ്, ഇന്ററാക്ഷണലിസ്റ്റ്, സിംബോളിക് ഇന്ററാക്ഷണലിസം. ഓക്കെ, പല ആംഗിൾ കാണുന്നുണ്ട്. ഇനി എന്താണ് ഈ കാസ്റ്റ് സിസ്റ്റം അല്ലെങ്കിൽ എന്താണ് ഈ കാസ്റ്റ്? കാസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? അത് ഡിഫൈൻ ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റണ്ടേ. എന്താണ് കാസ്റ്റ്? അത് തന്നെയാണ് നമ്മുടെ സോഷ്യോളജിയുടെ പഠനത്തിന് ഉത്തരവ്. മീൻസ് പഠിക്കാനുള്ള റീസൺ. കാസ്റ്റ് പല രീതിയിലാണ് ആൾക്കാർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഈ തൊട്ടുകൂടായ്മയാണോ കാസ്റ്റ്? അതോ ഈ വിവാഹം കഴിക്കുമ്പോൾ ഒരു നോക്കുന്ന കാര്യം മാത്രമാണോ കാസ്റ്റ്? അതുപോലുള്ള ഒരുപാട് ഫാക്ടേഴ്സ് കാസ്റ്റിലുണ്ട്. അപ്പം സോഷ്യോളജിസ്റ്റിന്റെ ഒരു ചോദ്യം ഈ കാസ്റ്റ് എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നുള്ളത് വലിയൊരു ചാലഞ്ച് ആയിരുന്നു. അപ്പൊ നമുക്കൊരു ഒരു ജനറൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കാസ്റ്റ് അല്ലെങ്കിൽ ജനറൽ ഡെഫിനിഷൻ നോക്കുവാണെങ്കിൽ ഇറ്റ്സ് എ ക്ലോസ്ഡ് ആൻഡ് ഹെറിറ്ററി സിസ്റ്റം ഓഫ് സ്റ്റാറ്റസ് ഗ്രൂപ്പ്. ഓക്കെ, ഒരാളുടെ കാസ്റ്റ് എന്ന് വെച്ചാൽ അയാളുടെ സ്റ്റാറ്റസിനെ കാണിക്കുന്നതാണ്. ട്രഡീഷണൽ ഇതിൽ നിന്ന് നമ്മൾ പറയുവാണെങ്കിൽ
അയാളുടെ ഒരു വ്യക്തിയുടെ സ്റ്റാറ്റസ് അളക്കുന്നത് അയാളുടെ കാസ്റ്റ് ഉപയോഗിച്ചായിരുന്നു. നമുക്കിങ്ങനെ പറയാം, എ ക്ലോസ്ഡ് ഹെറിഡിറ്ററി സിസ്റ്റം, പാരമ്പര്യമായിട്ടാണല്ലേ കിട്ടുന്നത്. ഹെറിഡിറ്ററി സിസ്റ്റം ഓഫ് സ്റ്റാറ്റസ് ഗ്രൂപ്പ്. ഒരു ഡെഫിനിഷൻ, ഒരു ജനറൽ ഡെഫിനിഷൻ ആയിട്ട് നമുക്ക് കാസ്റ്റിനെ ഇങ്ങനെ മനസ്സിലാക്കാം. ക്ലോസ്ഡ് ഗ്രൂപ്പാ. ക്ലോസ്ഡ് എന്ന് വെച്ചാൽ എന്താണ്? പുറത്തുനിന്ന് ഒരാൾക്ക് അതിലോട്ട് ചേരാൻ പറ്റില്ല. ഇത് ജന്മനാ കിട്ടുന്നതാണ് കാസ്റ്റ്, അല്ലേ? ഇപ്പൊ ഋഗ്വേദിക് പീരീഡ് ഒക്കെ നമ്മൾ പഠിക്കുന്നത്, ഇപ്പൊ ചരിത്രപരമായി പഠിച്ചു പോകുമ്പോൾ ചിലര് അറിയാം. അതായത് ഋഗ്വേദിക് പീരീഡിൽ ആദ്യ കാലങ്ങളിൽ, ഏർലി ഋഗ്വേദിക് പീരീഡിൽ ജസ്റ്റ് ജോബിന്റെ അടിസ്ഥാനം, ബൈ ബർത്ത് അല്ലായിരുന്നു. പക്ഷേ നിലവിലെ ഇന്ത്യൻ സിസ്റ്റത്തിൽ, അല്ലെങ്കിൽ അന്ന് ആ ഋഗ്വേദിക് പീരീഡിൽ ഇതൊന്ന് കുറച്ച് സോൾഡിഫൈ ആയതിനു ശേഷം എന്താണ്, ജന്മനാ കിട്ടുന്ന ഒരു സംഭവമായിട്ടാണ് കാസ്റ്റ് സിസ്റ്റം ഇന്ത്യയിൽ മാറിക്കഴിഞ്ഞത്, അല്ലേ? അങ്ങനെ നമുക്ക് പറഞ്ഞുതരാം. സോ ഇതിന്റെ മെമ്പർഷിപ്പ് എങ്ങനെയാണ്? ഇറ്റ് ഈസ് ascribed by birth. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ളത്. നമുക്കിനി ഏർലി പീരീഡിൽ ഇന്ത്യയിൽ കാസ്റ്റ് സിസ്റ്റത്തിനെ എങ്ങനെ മനസ്സിലാക്കിയെന്ന് നോക്കാം. സോ ഏർലി സോഷ്യോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കാസ്റ്റ് സിസ്റ്റം എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ച് ആദ്യകാലങ്ങളിൽ എന്തായിരുന്നു, ഇൻഡോളജിസ്റ്റ്, ഓറിയന്റലിസ്റ്റ് പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു, അല്ലേ? സോ അവരും തീർച്ചയായും കാസ്റ്റ് സിസ്റ്റത്തെ പറ്റിയും പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ഓറിയന്റലിസ്റ്റ് എന്ത് പറഞ്ഞാണ്, ഇവന്മാരെ അടിച്ചമർത്താൻ ശ്രമിച്ചാണ്. ഇൻഡോളജിസ്റ്റ് എന്ത് ചെയ്തതാണ്, അങ്ങനെയൊന്നുമല്ല, നല്ല കാര്യങ്ങൾ ഉണ്ടെന്നുള്ള രീതിയിലൊക്കെ ഉള്ള വർത്തമാനമായിരിക്കും അവർ കൂടുതലും ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഞാൻ ഈ അവർ അല്ലെങ്കിൽ പുള്ളി എന്നൊക്കെ ഉപയോഗിക്കുന്നത് ബഹുമാനം ഇല്ലാണ്ടല്ല. ഓക്കെ, നമ്മുടെ ഒരു കാഷ്വൽ ലാംഗ്വേജിൽ നിന്ന് തന്നെ ഈ സബ്ജക്ട് മനസ്സിലാക്കണമെന്നുണ്ട്. സോ അങ്ങനെ കാണുക, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, നമുക്ക് തുടരാം. സോ ഇൻഡോളജി വേഴ്സസ് ഓറിയന്റലിസം ഒരു ഡിബേറ്റ് ആദ്യം മുതൽക്കേ ഉണ്ടായിരുന്നു. നമുക്ക് അവിടെ ഒരു തിങ്കറിനെ പരിചയപ്പെടുക, HS റൈസ്ലി. നമുക്ക് പരമാവധി തിങ്കേഴ്സിനെ കൊണ്ടുവരാൻ പറ്റിയെന്നല്ലാണ്, അത് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് തിങ്കറാണ്. സോ പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ എന്താ, കാസ്റ്റ് സിസ്റ്റം ഇന്ത്യയുടെ ഒരു യുണീക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ, ഇപ്പം പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് പറയും, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, പിന്നെന്ത് പറയും, റിലീജിയൻ പറയും. ഓക്കെ, അതുപോലെ റിലീജിയൻ, എക്കണോമി, പൊളിറ്റി, എഡ്യൂക്കേഷൻ, ഫാമിലി, ഇതൊക്കെയാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് പറയുന്നത്. അപ്പൊ HS റൈസ്ലി പറഞ്ഞു, കാസ്റ്റ് സിസ്റ്റം ഈസ് ആൻ യുണീക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി എന്ന് HS റൈസ്ലി പറഞ്ഞു. ഓക്കെ, ഇനി നമ്മുടെ GS കുരെ എന്ത് പറഞ്ഞു, കാസ്റ്റ് സിസ്റ്റം ഈസ് റൂട്ടഡ് ഇൻ ഇന്ത്യൻ ഫിലോസഫി. കാസ്റ്റ് സിസ്റ്റം ഇന്ത്യയുടെ ഫിലോസഫി, ഏത്, ഈ നമുക്കറിയാം ഇൻഡോളജിസ്റ്റും ഓറിയന്റലിസ്റ്റും എന്തൊക്കെയാ പഠിച്ചത്, അവരുടെ മെയിൻ മെറ്റീരിയൽ എന്തായിരുന്നു, ഫീൽഡ് വർക്ക് ആയിരുന്നോ? അല്ല, അവർ മെയിനായിട്ട് പഠിച്ചത് നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങൾ തന്നെയാണ്. അപ്പൊ അന്ന് പുരാണ ഗ്രന്ഥങ്ങൾ വെച്ച് പഠിച്ച ഒരാൾ ജാതിയെ പറ്റി എന്തായിരിക്കും പറയാൻ പോകുന്നത്, അത് ഇന്ത്യൻ ഫിലോസഫിയിൽ റൂട്ടഡ് ആണ്. അത് തന്നെ GS കുരെ പറഞ്ഞു. കണ്ടോ, നമുക്ക് ആ കാലഘട്ടം അവർ ഏത് സ്കൂൾ ഓഫ് തോട്ടാന്ന് പറഞ്ഞാൽ നമുക്ക് അവരുടെ ഒരുവിധ പോയിന്റ്സ് ഒക്കെ നമുക്ക് ഗസ് ചെയ്യാം. ഓക്കെ, GS കുരെ പറഞ്ഞു, കാസ്റ്റ് സിസ്റ്റം ഈസ് റൂട്ടഡ് ഇൻ ഇന്ത്യൻ ഫിലോസഫി. ഓക്കെ, അതുപോലെ GS കുരെ കാസ്റ്റ് സിസ്റ്റത്തിന് മേജർ ഫീച്ചേഴ്സ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്തു, ഒരു 6 ഫീച്ചേഴ്സ്. ഒന്ന് ഹൈറാർക്കി, അല്ലേ? ഒന്നിനു മേലെ ഒന്ന്, അങ്ങനെയല്ലേ കാസ്റ്റ് സിസ്റ്റം, അല്ലേ? അതുപോലെ ഹൈറാർക്കി ഉണ്ട്. പിന്നെ സെഗ്മെന്റൽ ഡിവിഷൻ ഓഫ് സൊസൈറ്റി, ഓരോ സെഗ്മെന്റ്സ് ആയിട്ട്, നേരത്തെ പറഞ്ഞ സ്ട്രാറ്റ, സെഗ്മെന്റൽ ഡിവിഷൻ ഓഫ് സൊസൈറ്റി നമുക്ക് പറയാം. പിന്നെ പാരമ്പര്യമായാണ് ഇവിടെ ഒക്യുപ്പേഷൻസ് പോകുന്നത്, ഹെറിഡിറ്ററി ഒക്യുപ്പേഷൻ പറയാം. പിന്നെന്ത് പറയാം, റെസ്ട്രിക്ഷൻസ് ഓൺ ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ്, അല്ലേ? അതായത് ഇപ്പം സോക്കാൾഡ് ജാതി സിസ്റ്റം അനുസരിച്ച്, പഴയ അന്ധവിശ്വാസം അനുസരിച്ച് താഴ്ന്ന ജാതിയിൽ വന്നെന്ന് വിശ്വസിക്കപ്പെടുന്ന ആൾക്കാർ പാചകം ചെയ്ത അല്ലെങ്കിൽ തൊട്ട ഭക്ഷണങ്ങൾ ഈ പറയുന്ന ആ ജാതി സിസ്റ്റത്തിൽ ഉയർന്നു നിന്നവർ ഭക്ഷിച്ചിരുന്നില്ല. അതേപോലെ ഓരോ സ്ട്രാറ്റയും, ഓക്കെ, ഒരു ലെവലിലുള്ളവർ അതിന് താഴെയുള്ളവർ തരുന്ന ഭക്ഷണം ചിലപ്പോൾ കഴിക്കില്ലായിരുന്നു. ഓക്കെ, ഇത് ഓരോ റീജിയനിലും പല കണക്കാണേ.
ഭയങ്കര റീജിയണൽ വ്യത്യാസം ഉണ്ട് ഇതിന്. ഓക്കെ, അതിനോടൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാം. അതിനു മുമ്പ് ഹൈറാർക്കി, സെഗ്മെന്റൽ ഡിവിഷൻ ഓഫ് സൊസൈറ്റി, ഹെറിഡിറ്ററി ഓക്കുപേഷൻ, റെസ്ട്രിക്ഷൻ ഓഫ് ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ്, പിന്നെ വരുന്നത് എൻഡോഗാമി. എന്താണ്? കല്യാണം. ഒരു ജാതിയിലുള്ളവൻ ആ ജാതിയിലുള്ള ആളെ തന്നെ കെട്ടുന്നു, എൻഡോഗാമി. അല്ലെങ്കിൽ ഒരു കുലത്തിലുള്ളവൻ ആ കുലത്തിലുള്ളവരെ കെട്ടുന്നു, ഒരു ക്ലാൻ എന്ന രീതി. ട്രൈബിന്റെ ഒരു കോൺസെപ്റ്റ് ഒക്കെ പറയുമ്പോൾ ക്ലാൻ എന്ന രീതി. നമുക്കിപ്പോൾ കാസ്റ്റ് പറയുമ്പോൾ എൻഡോഗാമി, ഒരു ജാതിയിലുള്ളവർ മറ്റുള്ള ജാതി കെട്ടും. ലാസ്റ്റ് ആയിട്ട് സിവിൽ ആൻഡ് റിലീജിയസ് ഡിസബിലിറ്റി പറയാം. സിവിൽ ആൻഡ് റിലീജിയസ് റിലീജിയസ് ഡിസബിലിറ്റീസ്. സ്പെല്ലിംഗ് ഒന്ന് നോക്കിയത്. സോ ഓക്കെ, സിവിൽ ആൻഡ് റിലീജിയസ് ഡിസബിലിറ്റീസ് നമുക്ക് അതായിട്ട് പറയാം. എന്താണ് ഈ സിവിൽ ആൻഡ് റിലീജിയസ് ഡിസബിലിറ്റി? അതായത് ഉദാഹരണത്തിന് പബ്ലിക് കിണറുകൾ, വെൽസിന് ആക്സസ് ഇല്ലാതെ വരും അല്ലേ? പോൺസ്, കുളങ്ങളൊന്നും ആക്സസ് ചെയ്യാൻ പറ്റാതെ വരും. അമ്പലങ്ങളിൽ കയറ്റാതിരിക്കും അല്ലേ? സ്പിരിച്വൽ പ്ലേസസിലെ റെസ്ട്രിക്ഷൻസ് അല്ലേ? റെസ്ട്രിക്ഷൻസ് ഓൺ എൻട്രി. ഇതൊക്കെ നമുക്ക് അത് മനസ്സിലാക്കാൻ ഉപയോഗിക്കാം, സിവിൽ ആൻഡ് റിലീജിയസ് ഡിസബിലിറ്റി. സോ GS കുര്യയെ പറ്റി പറയുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് ഇത് എപ്പോഴും ഓർക്കാൻ പറ്റിയ നല്ലതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അവിടെ ഇൻഡോളജി പഠിക്കുമ്പോൾ നമുക്ക് ലേറ്റർ ഇൻഡോളജിസ്റ്റിലായിട്ടുള്ളത് ലൂയിസ് ഡുമോൺ. നമ്മൾ ഏർലിയർ ക്ലാസ്സിൽ പറഞ്ഞു ലൂയിസ് ഡുമോൺ വൺ ഓഫ് ദ ഏർലിയസ്റ്റ് ഇൻഡോളജിക്കൽ ടീച്ചേഴ്സ് ആണെന്ന് പറഞ്ഞു. പക്ഷെ അല്ല, ലൂയിസ് ഡിമോണ്ട് കുറച്ച് പയ്യെ വരുന്ന ആളാണ്. ഓക്കെ, ലൂയിസ് ഡിമോൺ, പുള്ളിയുടെ ബുക്ക് ഏതാണ്? ഹോമോ ഹൈറാർക്കസ് അല്ലേ? ഹോമോ ഹൈറാർക്കിക്കസ്. സ്പെല്ലിംഗ് ഇതാന്ന് തോന്നുന്നു, നോക്കട്ടെ. ഹോമോ ഹൈറാർക്കസ്. സോ പുള്ളി ഒരു ഫംഗ്ഷണലിസ്റ്റ്, സ്ട്രക്ചറൽ ഫംഗ്ഷണലിസം അപ്രോച്ച് തന്നെയായിരുന്നു പുള്ളി ഫോളോ ചെയ്തത്. അപ്പം ലൂയിസ് ഡിമോണ്ട് പറഞ്ഞതെന്ന് വെച്ചാൽ, കാസ്റ്റ് ആസ് എ വാല്യൂ സിസ്റ്റം ഓർഗനൈസ്ഡ് അറൌണ്ട് ദ പ്രിൻസിപ്പിൾ ഓഫ് ഹൈറാർക്കി ആൻഡ് പ്യൂരിറ്റി ആൻഡ് പൊല്യൂഷൻ. അതായത് കാസ്റ്റ് എന്ന് പറയുന്ന സിസ്റ്റം പണിതിരിക്കുന്നത് ഹൈറാർക്കി എന്ന് പറയുന്ന കോൺസെപ്റ്റും അതുപോലെ പ്യൂരിറ്റി ആൻഡ് പൊല്യൂഷൻ എന്ന് പറയുന്ന രണ്ട് കോൺസെപ്റ്റിലാണെന്നാണ് ലൂയിസ് ഡിമോണ്ട് അദ്ദേഹത്തിന്റെ ഹോമോ ഹൈറാർക്കസ് എന്ന് പറയുന്ന പുസ്തകം വഴി പറഞ്ഞിരിക്കുന്നത്. അതായത് ഹൈറാർക്കി, പ്യൂരിറ്റി ആൻഡ് പൊല്യൂഷൻ. ഹൈറാർക്കി എന്താണെന്ന് അറിയാലോ? ഒന്നിനു മേൽ ഒന്നൊന്നും. പ്യൂരിറ്റി ആൻഡ് പൊല്യൂഷൻ, ആ കോൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. നേരത്തെ പറയുന്ന ചിലർ അൺപ്യൂർ ആണ്, ചിലർ പ്യൂർ ആണ്. ഏതടിസ്ഥാനത്തിൽ? അവർ ചെയ്യുന്ന തൊഴിലിന്റെ അടിസ്ഥാനത്തിലാകാം, അവർ ജനിച്ച ജാതിയുടെ അടിസ്ഥാനത്തിലാകാം. ജാതിയും തൊഴിലും ഏതാണ്ട് ലിങ്കായി കിടന്ന ഇതല്ലേ? താഴ്ന്ന ജാതിയിൽപ്പെട്ടവർ അൺഹൈജീനിക് ആയിട്ടുള്ള പ്ലേസസിൽ വർക്ക് ചെയ്യേണ്ടി വരുന്നു അല്ലേ? മനുഷ്യ വിസർജ്യവും ഒക്കെ റിമൂവ് ചെയ്യേണ്ടി വരുന്നതെല്ലാം അവരുടെ ജോലിയായി കണക്കാക്കപ്പെട്ടിരുന്നു. അപ്പൊ അവരെ ഇമ്പ്യൂർ ആക്കി വെച്ചിരുന്നു, പൊല്യൂട്ടഡ് ആണ്. എന്നാൽ അമ്പലത്തിലെ പൂജാരിമാർ അങ്ങനെയുള്ള ആളുകളെയൊക്കെ പ്യുവർ ആക്കിയും വെച്ചു. ഓക്കെ, മെയിൻലി അപ്പർ കാസ്റ്റ് ആയിട്ടുള്ള ടീംസിനെ പ്യുവർ ആണെന്ന് പറഞ്ഞു. അപ്പം ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്ത്യയിലെ കാസ്റ്റ് സിസ്റ്റത്തെ ഡിറ്റർമൈൻ ചെയ്യുന്നുള്ള രീതിയിലാണ് ലൂയിസ് ഡിമോണ്ട് പറഞ്ഞു വെച്ചത്. ഓക്കെ, ഇതായിരുന്നു ഏർലി ഒരു സോഷ്യോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ്, ഇൻഡോളജി ആൾക്കാരൊക്കെ പറഞ്ഞത്. ഇത് മെയിൻലി നമ്മൾ ഇൻഡോളജിക്കാരെ തന്നെ നോക്കിയത്. ഓക്കെ, HS റൈസ്ലി നോക്കിയായിരുന്നു അല്ലേ? ഓക്കെ, അപ്പോൾ ഓറിയന്റലിസം. ഇനി നമുക്ക് ഫീൽഡ് വർക്ക്. പയ്യെ എന്ത് പറ്റി? നമ്മുടെ MN ശ്രീനിവാസനെ പോലെ ആൾക്കാരൊക്കെ വന്നപ്പം ഫീൽഡ് വർക്കും എംപിരിക്കൽ സ്റ്റഡീസും കാസ്റ്റ് സിസ്റ്റത്തെ പറ്റി നടന്നു തുടങ്ങി. അവിടെ നമുക്ക് ഏതൊക്കെ തിങ്കേഴ്സിനെ പരിചയപ്പെടാം? MN ശ്രീനിവാസൻ, DN മജുംദാർ, പിന്നെ ആരുണ്ട്? ആൻഡ്രൂ ബെറ്റൽ, വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് തിങ്കർ ആണ്. നമ്മൾ ഇനി ട്രൈബിന്റെ ഒക്കെ കാര്യം പഠിക്കുമ്പോഴും ഒരുപാട് വന്നു പോകുന്നുണ്ട് പുള്ളി. ആൻഡ്രൂ ബെറ്റൽ, ഇവരെ മൂന്നുപേരെ നമുക്ക് പറയാം കാസ്റ്റ് സിസ്റ്റത്തെ പറ്റി എംപിരിക്കൽ ആൻഡ് ഫീൽഡ് വർക്ക് സ്റ്റഡീസ് നടത്തിയ ആൾക്കാരാന്ന് പറയാം. അപ്പം അതിൽ തന്നെ ശ്രീനിവാസൻ, MN ശ്രീനിവാസന്റെ റാംപുര വില്ലേജിൽ നടന്ന ഒരു പഠനത്തിൽ നിന്ന് പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ, കാസ്റ്റ് സ്റ്റാറ്റിക് അല്ല. സ്റ്റാറ്റിക് എന്ന് വെച്ചാൽ എല്ലായിടത്തും ഒരേപോലെ അല്ലെന്ന്, അല്ലെങ്കിൽ എന്നും ഒരേപോലെ നിൽക്കില്ല, പക്ഷെ ഡൈനാമിക് ആണ്. അതായത് കാലം വരുത്തുന്ന മാറ്റങ്ങൾ അനുസരിച്ച്, നാട് വരുത്തുന്ന മാറ്റങ്ങൾ അനുസരിച്ച്, നാട്ടുകാരുടെ മാറ്റങ്ങൾ അനുസരിച്ച് ഇതും ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണെന്നാണ് MN ശ്രീനിവാസൻ തന്റെ ഫീൽഡ് സ്റ്റഡിയിൽ നിന്നുള്ള ഇൻസൈറ്റ്സിൽ നിന്ന്, അല്ലെങ്കിൽ പുള്ളിയുടെ കണ്ടുപിടുത്തങ്ങളിൽ നിന്ന് പുള്ളിയുടെ കൺക്ലൂഷൻ എന്നായിരുന്നു, കാസ്റ്റ് സ്റ്റാറ്റിക് അല്ല, എന്നും അത് അതേപോലെ നിൽക്കുന്നില്ല, അത് ഇവോൾവ് ആയിരിക്കുന്നു, ഡൈനാമിക്കായി. അത് കാലക്രമേണ അതിനും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ, അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രമാണ് കാസ്റ്റ് അല്ല. ഓക്കെ, കാസ്റ്റ്. ഓക്കെ, അതിന് പുള്ളി പറഞ്ഞ പുള്ളിയുടെ
ശ്രീനിവാസന്റെ മേജർ 2 കോൺസെപ്റ്റ്സ് ആണ് സാൻസ്ക്രിറ്റൈസേഷനും ഡോമിനന്റ് കാസ്റ്റ്. ഡോമിനന്റ് കാസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് ആ വേർഡ് മീനിങ് തന്നെ എടുക്കാം. ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു വില്ലേജ് എടുക്കുമ്പോൾ അവിടുത്തെ എക്കണോമിക് ആക്ടിവിറ്റീസ്, പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ ഡോമിനന്റ് ആയി നിൽക്കുന്ന കാസ്റ്റ്. അത് പലപ്പോഴും അത് ജസ്റ്റിഫൈ ചെയ്യുന്ന അവരുടെ റിച്വൽ പ്യൂരിറ്റി വെച്ചോ, ഈ പ്യൂരിറ്റി പൊല്യൂഷൻ കോൺസെപ്റ്റ്, ഹൈറാർക്കി, കാസ്റ്റിൽ ഞങ്ങളാണ് നിങ്ങളെ ഭരിക്കേണ്ടതെന്നുള്ള രീതിയിലുള്ള ഇതൊക്കെ വെച്ചായിരിക്കും പലപ്പോഴും ഡോമിനന്റ് കാസ്റ്റിനെ നിശ്ചയിക്കപ്പെടുന്നത്. ചില ഏരിയാസിൽ നമ്മളിനി പഠിക്കുന്ന പല ഫീൽഡ് വർക്കിലും അത് മാറി വരുന്നതും കാണാം. ഞാൻ മെയിൻ ആയിട്ട് ഡോമിനന്റ് കാസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? അവിടുത്തെ പൊളിറ്റിക്കൽ എക്കണോമിക്കൽ ആക്ടിവിറ്റീസ് കൂടുതലും കൈകാര്യം ചെയ്യുന്ന ആള്. ഓക്കെ, ഈ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ കൈകാര്യം ചെയ്യുന്ന ആളുടെ കയ്യിലായിരിക്കും കൂടുതൽ ലാൻഡ് ഉണ്ടെങ്കിലേ ആർക്കെങ്കിലും ജീവിക്കാനെങ്കിലും പറ്റും, അല്ലെ എവിടെ പോയി ജീവിക്കും? സാൻസ്ക്രിറ്റൈസേഷൻ എന്ന കോൺസെപ്റ്റ്. എന്താണ് സാൻസ്ക്രിറ്റൈസേഷൻ? അതായത് ലോവർ കാസ്റ്റ് ആയിട്ടുള്ള ആൾക്കാര്, നമ്മൾ ബ്രാഹ്മണൈസേഷൻ എന്നൊക്കെ പറയാൻ വേണേ, ഇത് രണ്ടും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഓക്കെ, ഇപ്പം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ജസ്റ്റ് മനസ്സിലാക്കിക്കോ. അതായത് ലോവർ കാസ്റ്റിലുള്ള ഒരാൾ ആ സൊസൈറ്റിയിലെ ഹയർ കാസ്റ്റ്, ഫോർ എക്സാമ്പിൾ ബ്രാഹ്മിൻസ് ആണെന്ന് വിചാരിച്ചോ, ഒരു വില്ലേജ് എടുക്കുവാണ്. ഇപ്പൊ ഞാൻ ആ വില്ലേജിലെ ലോവർ കാസ്റ്റിൽ വരുന്ന, പഴയ സങ്കല്പം അനുസരിച്ച് ലോവർ കാസ്റ്റിൽ വരുന്ന ഒരാൾ. ഓക്കെ, അപ്പം എനിക്ക് കുറച്ച് സ്റ്റാറ്റസ് ഇഷ്യൂ ഒക്കെ തോന്നി, കുറച്ചും കൂടി ഉയർന്നാൽ കൊള്ളാന്നൊക്കെ തോന്നി. പക്ഷെ അറിയാം ജന്മനാ കിട്ടുന്ന പ്രശ്നം ഇതാണ്, അങ്ങനെ ഉയരാനൊന്നും പറ്റൂല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഈ ഹയർ കാസ്റ്റ് ചെയ്യുന്ന എന്തൊക്കെയാണെന്ന് നോക്കി. അപ്പൊ നോക്കുന്നത് പൂനൂലിട്ടേക്കുന്നു, അതുപോലെ നല്ല നെയ്യിലൊക്കെ വെച്ച ഭക്ഷണങ്ങളൊക്കെയാണ് കഴിക്കുന്നത്. അതുപോലെ എപ്പോഴും കുളിച്ചൊരുങ്ങി ചന്ദനക്കുറിയൊക്കെ തൊട്ട് കിടക്കുന്നു, അമ്പലങ്ങളിൽ കയറി മണിയടിക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ എപ്പോഴും ഈ മന്ത്രോച്ചാരണമൊക്കെ നടത്തുന്നു. അപ്പൊ ഞാൻ അതൊക്കെ കോപ്പി ചെയ്ത് ഞാനും എൻ്റെ ജീവിതത്തെ അതൊക്കെ പയ്യെ ചെയ്തു തുടങ്ങി. അപ്പൊ എന്ത് പറ്റി? ഞാനൊരു ഗ്രൂപ്പിന്റെ ഭാഗമല്ലായിരുന്നു, ഒരു കാസ്റ്റിന്റെ. അതിലുള്ളവർക്ക് മുന്നിൽ എന്റെ സ്റ്റാറ്റസ് അങ്ങ് ഉയരും. ഓക്കെ, ഇവൻ ലവരെ പോലെയൊക്കെ ആണ് കേട്ടോ, എന്നാ അത്രയല്ലെന്നാവും. ലവന്മാരടിച്ച് അമർത്താൻ ശ്രമിക്കുകയും ചെയ്യും മുകളിലുള്ളവർ. അപ്പൊ ഇങ്ങനെ നമ്മുടെ ലെവൽ ഒന്ന് ഹൈ ആവും. അപ്പൊ നമ്മൾ നിലവിലുള്ള ഒരു പൊസിഷനിൽ നിന്ന് മുകളിലോട്ടുള്ള ഒരു പൊസിഷനിലോട്ട് എത്താൻ ശ്രമിക്കുകയാണ്. ഈ ഒരു സ്ട്രാറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഹൈറാർക്കി സിസ്റ്റത്തിൽ ഒരു ലെവലിൽ നിന്ന് മറ്റൊരു ലെവലിലോട്ട് ചാടാൻ വേണ്ടിയുള്ള ശ്രമം, ഇതിനെ സാൻസ്ക്രിറ്റേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ അടുത്ത വില്ലേജില് ടോപ്പിൽ നിന്ന് ആരാണ്? ബ്രാഹ്മിൻസ് ആയിരുന്നു. അപ്പൊ ബ്രാഹ്മിൻസിനെ പോലെ ആവാൻ ശ്രമിച്ചപ്പോൾ ബ്രാഹ്മണൈസേഷൻ. ചിലപ്പോൾ ചില സൊസൈറ്റീസിൽ മുകളിൽ ബ്രാഹ്മിൻസ് അല്ലായിരിക്കും, വേറെ ആൾക്കാരായിരിക്കും. അപ്പൊ അതിന് നമ്മളൊരു ഓവറാൾ ടേം ആയിട്ടാണ് സാൻസ്ക്രിറ്റൈസേഷൻ എന്ന് പറയുന്നത്. മുകളിൽ ബ്രാഹ്മണാണ്, അത് ബ്രാഹ്മണൈസേഷൻ. അപ്പൊ തൽക്കാലം അങ്ങനെ മനസ്സിലാക്കി വെച്ചേക്കും. ഓക്കെ 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 സോ എന്താണ് ഡോമിനന്റ് കാസ്റ്റ്? അവിടുത്തെ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ പവർ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ ഡോമിനന്റ് കാസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ്രൂ ബെറ്റലെ ഒരു സംഭാവന എന്ന് വെച്ചാൽ, പുള്ളിക്കാരൻ എന്ത് ചെയ്തു? ആൻഡ്രൂ ബെറ്റലെ കാസ്റ്റ് ആൻഡ് കൾച്ചറൽ, അല്ലേ? കൾച്ചറൽ ആൻഡ് പവർ റിലേഷൻസ് ഒക്കെ തമ്മിൽ ഭയങ്കര ഇന്റർ കണക്ഷൻ ഉണ്ടെന്ന് ആര് പറഞ്ഞു? നമ്മുടെ ആൻഡ്രൂ ബെറ്റലെ. അതായത് ഹയർ കാസ്റ്റിന്റെ കയ്യിലാണ് പവർ, അവര് തന്നെയാണ് മെയിൻ ക്ലാസ്സും, അതായത് എക്കണോമിക് ലെവലിലും ഏറ്റവും ഉയർന്നത് അവന്മാര് തന്നെ. ഓക്കെ, സോ നമുക്ക് കൾച്ചർ അവിടെ നിന്ന് വിട്ടാം. നമുക്ക് മെയിൻ ആയിട്ട് അത് മനസ്സിലാക്കാൻ കാസ്റ്റ് ആൻഡ് പവർ അത് തമ്മിൽ ഭയങ്കര ഇന്റർ റിലേറ്റഡ് ആണെന്ന് പറഞ്ഞു. മിക്കയിടത്തും ഹയർ കാസ്റ്റ് ഉള്ളവർക്ക് തന്നെ ഹയർ ക്ലാസ്സും വരും, അവര് തന്നെ എന്ത് ചെയ്യും? ഹയർ പവറും വരുമെന്ന് നമ്മുടെ സ്വന്തം ആൻഡ്രൂ ബെറ്റലെ പറഞ്ഞു. ആ ഒരു ഇന്റർ കണക്ഷൻ കൊണ്ടുവന്നത് അങ്ങനെ, പുള്ളി എന്ത് പറഞ്ഞെന്നല്ല, അത് തമ്മിലൊക്കെ ഇന്റർ കണക്റ്റഡ് ആണ്, ഇറ്റ് ക്യാൻ ഇൻഫ്ലുവൻസ് ഈച്ച് അതർ എന്ന് പറഞ്ഞത് നമ്മുടെ ആൻഡ്രൂ ബെറ്റലെ ആണ്. ഇനി നമുക്ക് കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ് ഒക്കെ നോക്കാം. അപ്പൊ അവിടെ വരുമ്പോൾ AR ദേശീയ, അല്ലേ? ഇന്ത്യയുടെ മാർക്സിസ്റ്റ് സോഷ്യോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം വിളിക്കുന്നത് AR ദേശീയാണ്. അപ്പം അവരെന്തായിരിക്കും പറയാൻ പോകുന്നത്? ഇപ്പൊ നേരത്തെ പറഞ്ഞത് നമ്മൾ ആദ്യകാലത്തെ ആൾക്കാരെ നോക്കി, സ്ട്രക്ചറൽ ഫങ്ഷണൽസ് ആണ്. അവരെന്ത് ചെയ്തു? കാസ്റ്റ് സിസ്റ്റത്തെ പറ്റി നല്ലത് പറയാനാണ് ശ്രമിച്ചത്. നമ്മുടെ ഇന്ത്യൻ ഫിലോസഫിയിൽ റൂട്ടഡ് ആണെന്ന് GS കുരെ പറഞ്ഞു, അല്ലേ? അതുപോലെ ആൻഡ്രൂ ബെറ്റലെയൊക്കെ കുറച്ചൊന്നും ഇത് തമ്മിലൊക്കെ ഇന്റർ റിലേഷൻ ഉണ്ട് കേട്ടോ എന്നുള്ള ഒരു രീതിയിലൊക്കെയാണ് പറഞ്ഞു വെച്ചിരുന്നത്. ഓക്കെ, അതുപോലെ MN ശ്രീനിവാസൻ പറഞ്ഞു കാസ്റ്റ് അതേപോലെ നിലനിൽക്കുന്നില്ല, മാറി മാറി വരുന്നുണ്ട്, അതിന്റെ പ്രശ്നങ്ങളൊക്കെ അത് അഡ്രസ് ചെയ്ത് പോകുന്നുണ്ടെന്നുള്ള രീതിയിലൊരു വർത്തമാനമാണ് MN ശ്രീനിവാസൻ പറഞ്ഞത്. ഇവരെന്തായിരിക്കും പറയാൻ പോകുന്നത്? മാർക്സിസ്റ്റ്. ഇതൊക്കെ തെറ്റാണ്, മൊത്തത്തിൽ പ്രശ്നമാണ്, ഇത് ക്ലാസ് എക്സ്പ്ലോയിറ്റേഷൻ ആണ്. ഓക്കെ, മാർക്സിസ്റ്റ് ചിന്താഗതി തന്നെ ബൂർഷ്വാസി പ്രോളിറ്ററേറ്റ്, അല്ലേ?
അടിമവർഗവും തൊഴിലാളി വർഗവും മുതലാളി വർഗവും. ആ ബന്ധം തന്നെയാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ക്ലാസ് എക്സ്പ്ലോയിറ്റേഷൻ ആണ്. പക്ഷെ അവിടുത്തെ വല്ല ഫാക്ടറിയും തൊഴിലാളികളും ഫാക്ടറി മുതലാളിയല്ല, ഇവിടെ അഗ്രികൾച്ചറൽ ലേബറേഴ്സും അവരുടെ മുതലാളികൾ. ഓക്കെ, അപ്പൊ AR ദേശായി എന്ത് പറഞ്ഞു? കാസ്റ്റ് ഈസ് എ ഫോം ഓഫ് ക്ലാസ് എക്സ്പ്ലോയിറ്റേഷൻ. കാസ്റ്റിനെ ഒരു ഫോം ഓഫ് ക്ലാസ് എക്സ്പ്ലോയിറ്റേഷൻ ആക്കി, which is rooted in agrarian relations. അഗ്രേറിയൻ റിലേഷൻ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാസ്റ്റ് ഒരു ഫോം ഓഫ് ക്ലാസ് എക്സ്പ്ലോയിറ്റേഷൻ ആണ് കാസ്റ്റ് എന്ന് AR ദേശായി പറഞ്ഞു വെച്ചു. നമുക്ക് ഇവിടെ തന്നെ വേറൊരു തിങ്കറിനെ കൊണ്ടുവരാം, ഗേൽ ഓംബർട്ട്. മാർക്സിസ്റ്റ് ചിന്താഗതിക്കാരൻ തന്നെയാണ്. സോ നമുക്ക് ഇവർ രണ്ടുപേരുടെയും പേരെഴുതി വേണേ ഇത് കോട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്കിവിടെ മറ്റൊരാളെ കൊണ്ടുവരാം. ഇതിനെതിരെ നിന്ന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ എഴുതി തയ്യാറാക്കി നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ അംബേദ്കർ. സോ അംബേദ്കർ എന്ത് പറ്റി? അംബേദ്കർ റാഡിക്കലായിട്ട് ഇന്റർപ്രറ്റ് ചെയ്തു, അല്ലേ? നല്ല രീതി. ഈ ഫിലോസഫി അതെന്നൊക്കെ ഇരിക്കട്ടെ, ഏത് ഫിലോസഫി? ഇതൊക്കെ എഴുതിയതാര്? ഓക്കെ, അതേപോലെ അന്വേഷിച്ചു. ഇത് എഴുതിയമാര് തന്നെ അവരെ പൊക്കി കാണിക്കാൻ ചെയ്ത പരിപാടിയാണ് എന്നുള്ള രീതിയിൽ പല ആന്ത്രപ്പോളജിക്കൽ ഡേറ്റാസും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ വൈ ആർ വി കീപ്പിംഗ് ദിസ്? സോ അംബേദ്കർ ആ അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടി ഇത് റാഡിക്കലായിട്ട് ഇന്റർപ്രറ്റ് ചെയ്തു. സോ റാഡിക്കൽ ഇന്റർപ്രിട്ടേഷൻ ഓഫ് കാസ്റ്റ് സിസ്റ്റം നമ്മുടെ അംബേദ്കർ നടത്തി. സോ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, കാസ്റ്റ് സിസ്റ്റം ഈസ് എ സിസ്റ്റം ഓഫ് ഗ്രേഡഡ് ഇൻഇക്വാലിറ്റി എന്ന് പറഞ്ഞു. ഗ്രേഡഡ് ഇൻഇക്വാലിറ്റി എന്താണ്? ഈ ഗ്രേഡഡ് ഇൻഇക്വാലിറ്റി നമുക്കതിനെ ലേയേർഡ് ഇൻഇക്വാലിറ്റി എന്ന് തൽക്കാലത്തിൽ മനസ്സിലാക്കാം. ലേയേർഡ് ഇൻഇക്വാലിറ്റി എന്താണത്? അതായത് ഡോമിനന്റ് കാസ്റ്റ് ബ്രാഹ്മിൻസ് ആയിട്ടിരിക്കട്ടെ, ശൂദ്ര, വൈശ്യാസ് ആയിരുന്നു, ക്ഷത്രിയാസ്, ബ്രാഹ്മിൻസ്, ക്ഷത്രിയാസ്, വൈശ്യാസ്, ട്രേഡേഴ്സ്, ശൂദ്രാസ്, വൈശ്യാസ്, ശൂദ്രാസ്. അപ്പൊ എന്താണ്? ലെയർ ആണ് അല്ലേ? ഓരോ ലെയർ ആയിട്ട് വെച്ചിട്ടുണ്ട്. മാത്രമല്ല താഴത്തെ ലെയറിലുള്ള ആള് ഈ 3 ലെയറിനും താഴെ അല്ലെ? നമുക്ക് നോക്കാം. ആദ്യത്തെ ലെയർ ഈ 3 ലെയറിന് മുകളിലാണ്. ഈ ലെയറോ, ക്ഷത്രിയാസോ, ഇവർക്ക് രണ്ടിനും മുകളിലല്ലേ? ഇവരോ ഇയാൾക്ക് മുകളിലല്ലേ? അപ്പം മുകളിലുള്ള ആള് താഴെയുള്ള എല്ലാവരും എക്സ്പ്ലോർട്ട് ചെയ്യുമ്പോൾ ക്ഷത്രിയാസ് എന്ത് ചെയ്യും? അയാൾക്ക് താഴെയുള്ളവരെ എക്സ്പ്ലോർട്ട് ചെയ്യും. ഇവരെന്ത് ചെയ്യും? അതിന് താഴെയുള്ളവരെ എക്സ്പ്ലോർട്ട് ചെയ്യും. ഇവരെന്ത് ചെയ്യും? ഇതിന് താഴെ ചണ്ടാലാസ് എന്നൊക്കെ പറഞ്ഞ് വേറൊരു കാറ്റഗറി ഒക്കെ വരും. ഈ ഇതിൽ നിന്നൊക്കെ എക്സ്പ്ലോർഡ് ആയി പോയ ആൾക്കാരൊക്കെ ചണ്ടൈലാസ് എന്നാന്ന് തോന്നുന്നു. സോ ആ പേരൊന്ന് കൺഫേം ചെയ്യണം. അൺടച്ചബിൾസ് എന്ന് പറഞ്ഞ് വേറൊരു കാറ്റഗറി ആയിട്ട് നമ്മൾ പറയാനുണ്ട്. ശൂദ്രാസ് അല്ല, അല്ലാതെ അൺടച്ചബിൾസ്. സോ അവരെ എക്സ്പ്ലോർട്ട് ചെയ്യും. ഇവരെന്ത് ചെയ്യും? ഇവർക്ക് ചൂഷണം ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ അവരും ചെയ്യും. ഓക്കെ, ഇതിനാണ് ഒരു ഗ്രേഡഡ് ഇൻഇക്വാലിറ്റി എന്ന് പറഞ്ഞത്. അംബേദ്കർ പറഞ്ഞൊരു ഗ്രേഡഡ് ഇൻഇക്വാലിറ്റി ആയിട്ട് പറഞ്ഞു. അതായത് ഓരോ ലെയർഡ് ഇൻഇക്വാലിറ്റി ആയിട്ട് നമുക്ക് ഓർത്ത് വെച്ചാൽ എഴുതുമ്പോൾ ഗ്രേഡഡ് ഇൻഇക്വാലിറ്റി എന്നുള്ള പദം തന്നെ നമുക്ക് എഴുതാം. പിന്നെ അംബേദ്കർ പറഞ്ഞു ഇതിന്റെയൊക്കെ ഒറിജിന്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഡിവൈൻ വില്ലൊന്നും അല്ല, മുകളിൽ നിന്ന് ആരും എഴുതി ഇങ്ങോട്ട് തന്നു വിട്ടതോ അവരുടെ ഉത്തരവോ ഒന്നുമല്ല. മറിച്ച് ബ്രാഹ്മിൻസിന് അവരുടെ ഒരു സ്റ്റാറ്റസ് നിലനിർത്താൻ എന്ത് ചെയ്തു? അവർ എൻഡോഗാമി ചെയ്തു. എൻഡോഗാമി എന്ന് വെച്ചാൽ ആ കാസ്റ്റിലുള്ളവർ, അതായത് മറ്റ് കാസ്റ്റ് മീൻസ് ബ്രാഹ്മിൻസിനുള്ളിൽ നിന്ന് മാത്രം വിവാഹം കഴിച്ചു. അത് ജസ്റ്റിഫൈ ചെയ്യാനൊക്കെ ആയിട്ട് അവർ തയ്യാറാക്കിയ ഒരു കള്ളക്കഥയും പഴങ്കഥയും മാത്രമാണ് ഈ കാസ്റ്റ് സിസ്റ്റം എന്ന് അംബേദ്കർ പറഞ്ഞു വെച്ചു. ബ്രാഹ്മിൻ എൻഡോഗമി ആൻഡ് കൺട്രോൾ ഓഫ് വുമൺ. ഓക്കെ, അവിടെ ബ്രാഹ്മിൻസിന്റെ സ്ത്രീകളിൽ കൺട്രോൾ ചെലുത്തണം. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി കൊണ്ടുവന്ന ഒരു സിസ്റ്റം മാത്രമാണ് കാസ്റ്റ് സിസ്റ്റം എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയായിരുന്നു. അപ്പം ടോപ്പ് പൊസിഷനിൽ അവരങ്ങ് സെറ്റായി. അപ്പൊ ഇത് ആരനുകരിക്കാൻ ശ്രമിച്ചു? താഴെയുള്ളവരും അനുകരിക്കാൻ ശ്രമിക്കുന്നു. നോയ്സ് ഉണ്ടോ? ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. നോയ്സ് വന്നു. ഓക്കെ, സോ നമുക്കിനി ഒരു ഇന്ററാക്ഷനിസ്റ്റ് പെർസ്പെക്റ്റീവ് എന്താണെന്ന് പരിചയപ്പെടാം. ജസ്റ്റ് ഇപ്പം പറഞ്ഞപ്പോൾ നമുക്ക് ഇന്ററാക്ഷനിസ്റ്റ് പെർസ്പെക്റ്റീവ് എന്നുകൂടി എന്ന് പറയാം, അല്ലെങ്കിൽ സിംബോളിക് ഇന്ററാക്ഷനിസം.
സിംബോളിക് ഇന്ററാക്ഷൻ എന്താണ്? നമ്മൾ ഫസ്റ്റ് പേപ്പർ പഠിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം. സിംബോളിക് ഇന്ററാക്ഷൻ എന്ന് വെച്ചാൽ ഇറ്റ്സ് എ മീനിങ്സ് ദാറ്റ് വി അസോസിയേറ്റഡ് ടു തിങ്സ്. അതായത് ഇപ്പൊ ഞാൻ എന്താ ഇങ്ങനെ കാണിച്ച്, ഇങ്ങനെ കാണിച്ചാൽ എന്താണ് അർത്ഥം? ഗുഡ് അല്ലെ? എന്തോ ഇഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് എന്നുള്ള അർത്ഥം. ഇതിനും ആ അർത്ഥം അല്ലേ? ഭയങ്കര രുചിയുണ്ട്, ഭക്ഷണം കഴിക്കുന്നത് കാണിച്ചാൽ ഭയങ്കര രുചിയുണ്ടെന്നുള്ള അർത്ഥം അല്ലേ? സോ സിമ്പിൾസിനൊക്കെ നമ്മൾ അർത്ഥം കൊടുക്കുന്നുണ്ട് അല്ലേ? ഇതേപോലുള്ള സിമ്പിൾസിന് നമ്മൾ അർത്ഥം കൊടുത്ത്, സിമ്പിൾസ് എന്ന് പറഞ്ഞാൽ പലതും ആവാം. ഓക്കെ, അതായത് ഇപ്പം ഒരു ഡയറ്റ്, ഒരു കല്ല്, നമ്മൾ ആ കല്ലിന് ദൈവീകമായ ഒരു ഐഡന്റിറ്റി കൊടുക്കുന്നു, ഒരു സിമ്പിൾ കൊടുക്കുന്നു അല്ലേ? സോ അതെല്ലാം നമ്മുടെ ഇതിൽ വരും, സിംബോളിക് ഇന്ററാക്ഷൻസ് വരും. ഞാൻ അത് വായിക്കാം. സോ ഇന്ററാക്ഷൻസ് വ്യൂ കാസ്റ്റ് നോട്ട് ആസ് എ സിസ്റ്റം ബട്ട് ആസ് സംതിങ് ദാറ്റ് ഇസ് കണ്ടിന്യൂസ്ലി ക്രിയേറ്റഡ്, മെയിൻറ്റെയിൻ ആൻഡ് മോഡിഫൈ ത്രൂ എവറിഡേ ലൈഫ്. ഓക്കെ, സിംബോളിക് ഇന്ററാക്ഷനിസം കാസിനെ പറ്റി പറഞ്ഞതെന്ന് വെച്ചാൽ എവറിഡേ ലൈഫ്. ഓക്കെ, എവറിഡേ ലൈഫിൽ നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന മീനിങ്സ് ആൻഡ് മീനിങ്, സിമ്പിൾസിനോട് അസോസിയേറ്റ് ചെയ്യുന്ന മീനിങ്സ് കാരണം ഇത് മാറി മാറി വരുന്ന ഒരു കോൺസെപ്റ്റ് ആണെന്നാണ് സിംബോളിക് ഇന്ററാക്ഷനിസ്റ്റ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ടി എൻ മദൻ എന്ത് പറഞ്ഞു? റിച്വൽ ആക്ടിവിറ്റീസ്, അതായത് റിച്വൽ കമ്മ്യൂണിക്കേഷൻ, അതല്ലേ? അതായത് നമ്മൾ ഡയറ്റിക്ക് പൂജ ചെയ്യുന്നു, ഒരു റിച്വൽ കമ്മ്യൂണിക്കേഷൻ അല്ലേ? അല്ലെങ്കിൽ പുഷ്പാർച്ചന നടത്തുന്നു, അതുപോലെയുള്ള റിച്വൽ കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യും? ഇറ്റ് കീപ്സ് ദ കാസ്റ്റ് റിലേഷൻസ് മീനിങ്ഫുൾ ഇൻ ഡെയിലി ലൈഫ്. ഓക്കെ, നമ്മൾ ഡെയിലി ലൈഫ് ഇത് ഊട്ടിയുറപ്പിച്ച് കൊണ്ടുപോകും. ഈ കാസ്റ്റ് ഇതൊക്കെ ചെയ്യുന്നവരായിരിക്കും ഉയർന്ന ജാതി എന്ന് കണക്കാക്കപ്പെടുന്നവരായിരിക്കും അല്ലേ? ടി എൻ മദന്റെ ഒബ്സർവേഷൻ അതായിരുന്നു. നമ്മൾ ഒരുപാട് തിങ്കേഴ്സിനെ കൊണ്ടൊന്നും കോംപ്ലിക്കേറ്റ് ചെയ്യുന്നില്ല, വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് തിങ്കേഴ്സ് നമ്മൾ അവിടെ ഇടുന്നു. ഇനി നമുക്ക് കണ്ടംപററി അണ്ടർസ്റ്റാൻഡിങ് നോക്കാം. നിലവിൽ എന്താണ് അവസ്ഥ? പണ്ട് ഇൻഡോളജി ഓറിയന്റലിസ്റ്റ് വന്നു, ഫീൽഡ് വർക്ക് വന്നു, അതിന്റെ ഇടയ്ക്ക് നമ്മുടെ ഇന്ററാക്ഷനിസ്റ്റ് വന്നു, കണ്ടംപററി അണ്ടർസ്റ്റാൻഡിങ് അല്ലേ? ഇനി ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ അതിന് എന്ത് പറ്റി എന്ന് നമുക്ക് ആദ്യം നോക്കാം. ഇപ്പോൾ എന്താണ് പറ്റിയത്? ഭയങ്കരമായിട്ട് പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ വന്നു. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നതിന് ശേഷം എല്ലാവരും തുല്യരായി. ഇന്നലെ അടിയാവോ തമ്പ്ര വിളിച്ച് കിടന്നവർ ഇന്ന് എന്ത് പറ്റി? അളിയാ ബന്ധമായി അല്ലേ? കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 15-14 വഴി നമുക്ക് ഇക്വാലിറ്റി കിട്ടി അല്ലേ? അപ്പം ഈ സിസ്റ്റം മാറി. ഇത് കാരണം എന്ത് പറ്റി? റിസർവേഷനും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു അല്ലേ? സർക്കാർ റിസർവേഷൻ കാര്യങ്ങളായിട്ട് വന്നപ്പം സോക്കാൾ താഴെ കിടന്നവരെല്ലാം ഉയർന്നു വരാൻ തുടങ്ങി. അവരുടെ സ്റ്റാറ്റസ് അവർ മറ്റു രീതികളിൽ അവർ അപ്ലിഫ്റ്റ്മെന്റ് ചെയ്യാൻ തുടങ്ങി. എഡ്യൂക്കേഷൻ വഴി, തൊഴിൽ വഴി, അങ്ങനെ പല രീതിയിൽ അവർ അപ്ലിഫ്റ്റഡ് ആയി തുടങ്ങി. ഓക്കെ, സോ പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ, അഫർമേറ്റീവ് ആക്ഷൻസ് എന്ന് റിസർവേഷൻസും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ മറ്റ് സ്കോളർഷിപ്പും കാര്യങ്ങളും പറയാം. അർബനൈസേഷൻ, ഓക്കെ, വൺ ഓഫ് ദ മേജർ തിങ്, അർബനൈസേഷൻ ഭയങ്കരമായിട്ട് നടന്നു അല്ലേ? ഇതെല്ലാം എന്ത് പറ്റി? കാസ്റ്റ് റിലേഷൻസിനെ റീസ്ട്രക്ചർ ചെയ്തു. അർബനൈസേഷൻ, അഫർമേറ്റീവ് ആക്ഷൻസ്, പിന്നെന്താണ് നമ്മൾ പറഞ്ഞത്? പൊളിറ്റിക്കൽ മൊബിലൈസേഷൻസ്, ഇതൊക്കെ എന്ത് ചെയ്തു? റീഡിഫൈൻഡ് കാസ്റ്റ് സിസ്റ്റം അല്ലെങ്കിൽ കാസ്റ്റ് സ്ട്രക്ചർ. കാരണം പലരും മൊബിലിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഒരു സ്ട്രാറ്റിൽ നിന്നുള്ളവർ ഉയർന്ന സ്ട്രാറ്റിലോട്ട് എത്തുന്നു. അതായത് നമ്മൾ സ്റ്റാറ്റസ് ഗ്രൂപ്പ് കൊടുക്കുന്നു. ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ പണ്ട് പുവർ ഫാമിലി ആയിരുന്നു നമ്മൾ, ജോലിയൊക്കെ കിട്ടിയതിനു ശേഷം, പഠിച്ച ജോലിയൊക്കെ കിട്ടിയതിനു ശേഷം കുറച്ച് മിഡിൽ ക്ലാസ് ആയി അല്ലേ? എന്നിട്ട് കുറച്ചാൾ ബിസിനസ് നടത്തിയതിനു ശേഷം എന്ത് പറ്റി? അപ്പർ മിഡിൽ ക്ലാസ് ആൻഡ് ടോപ്പ് ക്ലാസ് ആയി അല്ലേ? ആ രീതി നമുക്ക് പറയാം, എലൈറ്റ് ഗ്രൂപ്പിൽ കയറി എന്നൊക്കെ പറയാം. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു എന്താണ് ഒരു ബ്രീഫ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കാസ്റ്റ് സിസ്റ്റം ഇൻ ഇന്ത്യ. ഒരു ബ്രീഫാണ്. നമുക്ക് ബ്രാഹ്മണിക്കൽ പെർസ്പെക്റ്റീവ്, അങ്ങനെ പല പെർസ്പെക്റ്റീവ്സ് ഉണ്ട് ഇവിടെ. നമുക്ക് വേണമെങ്കിൽ അതൊക്കെ കോട്ട് ചെയ്യാറുന്നതാണ്. നമ്മൾ അതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് വരും ഇതിൽ. അതുകൊണ്ടാണ് ഇവിടെ അധികം ഒരു ഡെഫിനേഷൻ തരാഞ്ഞത്. നമുക്ക് ഇവിടെ നമ്മുടെ ഓറിയന്റലിസ്റ്റ് ആൻഡ് ഇൻഡോളജിക്കൽ പെർസ്പെക്റ്റീവ് ഒക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ ഇനി അടുത്ത ക്ലാസ് പഠിച്ചതിന് ശേഷം അതിനെ പറ്റി ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ അത് കൊണ്ടുവരാം. ആൻസേഴ്സ് നിങ്ങൾക്ക് അത് ഇൻകോപ്പറേറ്റ് ചെയ്തുകൊണ്ടുവരാം. ഓക്കെ, ഞാൻ ഇത് കുറെ കണ്ടത് ചാവായി പോവാതിരിക്കാനാണ് ഇത് ചെയ്തത്. ആ ടോപ്പിക്കൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഓരോ ടോപ്പിക്കിനും ഓരോ ക്ലാസ് വെച്ച് എടുത്തിരുന്നതായിരിക്കും. നമുക്കെങ്കിൽ സമയം കളയാതെ നമുക്ക് ഇതിന്റെ ആൻസർ ഡിസ്കസ് ചെയ്യാം. സോഷ്യോളജിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് കാസ്റ്റ് സിസ്റ്റം ഇൻ ഇന്ത്യ, ഇൻട്രൊഡക്ഷൻ നോക്കാം. The caste system has been one of the most enduring and complex features of
Indian society. It is understood not as a merely as religious, merely as religious or cultural phenomena, but as a social system of stratification regulating people's status, occupation, social relationship. അല്ലേ? കാസ്റ്റ് ആണ് ഒരാളുടെ സ്റ്റാറ്റസിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. അയാൾ എന്ത് തൊഴിൽ ചെയ്യണമെന്ന് പണ്ട് ഡിറ്റർമിൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നും ഏതാണ്ടൊക്കെ അതെ. എന്തോ മൊബൈൽ ആയാലും കാസ്റ്റ് കാരണമാണ് ഇന്ന് മാനുവൽ സ്കാവഞ്ചിങ് അല്ലേ, വേസ്റ്റ്, അതായത് നമ്മുടെ മാനുവൽ വേസ്റ്റ് സെപ്റ്റി ടാങ്ക് ഇറക്കാൻ വരുന്നവർ മെജോറിറ്റി ഏത് കാസ്റ്റ് ആണെന്ന് നോക്കി അറിയാം. അന്ന് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ തന്നെ ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവര് മൊബിലിറ്റി കിട്ടി പോകാൻ ശ്രമിക്കലും ഫോഴ്സ്ഫുൾ ചെയ്ത് ഇവരെ ഇപ്പൊ സ്കൂളിൽ പോകുമ്പോൾ സ്കൂൾ ടോയ്ലറ്റ് കഴിപ്പിക്കുന്ന ഇഷ്യൂസും ന്യൂസ് വരെ നമ്മൾ കാണുന്നുണ്ട് ആ കുട്ടികളെ കൊണ്ട്. മറ്റു ജോലികളിലോട്ട് പോകാൻ നേരത്ത് അവിടെയും ഈ ഡിസ്ക്രിമിനേഷൻ നടക്കുന്നുണ്ട്. അപ്പൊ തൊഴിൽ പോലും തീരുമാനിക്കുന്ന ഒരു കാര്യമായി കാസ്റ്റ് സിസ്റ്റം മാറി വന്നു. സോഷ്യോളജിസ്റ്റ് ഹാവ് ഇന്റർപ്രറ്റഡ് കാസ്റ്റ് ത്രൂ ഡൈവേഴ്സ് പെർസ്പെക്റ്റീവ്സ്, സ്ട്രക്ചറൽ ഫംഗ്ഷണൽ പെർസ്പെക്റ്റീവ്, കൾച്ചറൽ പെർസ്പെക്റ്റീവ്, അല്ലെങ്കിൽ പോസ്റ്റ് കൊളോണിയൽ പെർസ്പെക്റ്റീവ് എന്നൊക്കെ പറയാം. കൾച്ചറൽ രീതിയിലും കുഴപ്പമില്ല. കോൺഫ്ലിക്ട് പെർസ്പെക്റ്റീവ്, ഇന്ററാക്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ്, each emphasizing different dimensions of hierarchy, power, and change. At its core, caste refers to a closed hierarchy of system. Closed hereditary system. Closed ആണ്, പുറത്തുനിന്ന് ആർക്കും എൻ്റർ ചെയ്യില്ല, ഹെറിഡിറ്ററി ആണ്, പാരമ്പര്യം വഴിയാണ് കിട്ടുന്നത്. ആസ്പ്രൈഡ് ബൈ ബർത്ത് അല്ലെ, ജന്മനാ കിട്ടുന്നതാണ്. ആൻഡ് മെയിൻറ്റെയിൻ ത്രൂ എൻഡോഗമി, ഒക്കുപേഷണൽ സ്പെഷ്യലൈസേഷൻ ആൻഡ് സോഷ്യൽ റെസ്ട്രിക്ഷൻസ്. ഓക്കെ, നിങ്ങൾക്ക് ആൻസറിൽ ഞാൻ ഇതൊരു ഭയങ്കര ഐഡിയൽ ആൻസർ ആണ്. ഓക്കെ, നിങ്ങൾ ഇത്രയും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, അതോടെ പോയി നമ്മൾ ആ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ഫുൾ ഓഫ് ചെയ്യാനേ ഉള്ളൂ. ഓക്കെ, പരമാവധി നിങ്ങളെ കൊണ്ട് പറ്റുന്ന അത്രയും കീവേഡ്സ് കൊണ്ടുവരാൻ ശ്രമിക്കുക. അത് മാത്രം ശ്രദ്ധിച്ചാൽ നമ്മൾ ആ മെയിൻ കീവേഡ്സ് ഒക്കെയാണ് ഇവിടെ നമ്മൾ ആ തിയറി നമ്മളിപ്പോൾ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞത്. സോ ആ കീവേഡ്സ് എല്ലാം നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. അവിടെ പഠിപ്പിച്ച തിങ്കേഴ്സിനെ നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഈ ആൻസറിന്റെ സ്റ്റാറ്റസ് ഇതുവരെ കണ്ട് നിങ്ങൾ പേടിക്കണ്ട. ഇറ്റ് ഡിറ്റർമൈൻസ് നോട്ട് only who one can marry or dine with, but also one's social honor and life chances. കാസ്റ്റ് സിസ്റ്റം കാരണം എന്താ, നമ്മൾ ആരെ കല്യാണം കഴിക്കും, അല്ലെങ്കിൽ ആരോടൊപ്പം ഇരുന്ന് ഭക്ഷണം നമുക്ക് കഴിക്കാം, അല്ലെങ്കിൽ ആരുണ്ടാക്കിയ ഭക്ഷണം കഴിക്കാമെന്ന് മാത്രമല്ല ഡിഫൈൻ ചെയ്യുന്നത്, നമുക്ക് ഏതൊക്കെ ഉയരങ്ങളിൽ പോവാം, എത്ര ഉയരങ്ങളിൽ പോവാം എന്ന കാര്യങ്ങൾ പോലും കാസ്റ്റ് സിസ്റ്റം ഡിഫൈൻ ചെയ്തുകൊണ്ടിരുന്നു. ദിസ് സിസ്റ്റം ഹിസ്റ്റോറിക്കലി ഫംഗ്ഷൻ ത്രൂ ദ ഐഡിയോളജി ഓഫ് പ്യൂരിറ്റി ആൻഡ് പൊല്യൂഷൻ. ആരാണ് പറഞ്ഞത്? നമ്മുടെ ലൂയിസ് ഡുമൺ പറഞ്ഞില്ലായിരുന്നോ, പ്യൂരിറ്റി പൊല്യൂഷൻ ഒക്കെ വെച്ചായിട്ട് പഠിക്കുന്നത്. which assign ritual purity to Brahmins, ritual degradation to untouchables. അല്ലെ, പ്യൂരിറ്റി ബ്രാഹ്മിൻസിനും റിച്വൽ ഡീഗ്രഡേഷൻ അൺടച്ചബിൾസിനും കൊടുത്തു. ഇനി ഏർലി ആയിട്ടുള്ള സോഷ്യോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് നോക്കുമ്പോൾ ഏർലി ഇൻഡോളജിക്കൽ ടെക്സ്റ്റൽ അപ്രോച്ചസ്, അതായത് GS കുര്യയുടെ അപ്രോച്ച് അല്ലെ, അവരെന്താണ് ടെക്സ്റ്റൽ സാധനങ്ങളാണ് അല്ലെ, പഴയ പുരാണ ഗ്രന്ഥങ്ങളൊക്കെ വെച്ച് പഠിച്ചിട്ടാണ് ഇന്ത്യൻ സൊസൈറ്റി ആയിട്ട് പറയുന്നത്. അപ്പൊ അവരെന്ത് ചെയ്തു, അവർ കാസ്റ്റ് സിസ്റ്റത്തെ ഒരു യൂണിക് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടാണ് കണ്ടത്. നമ്മൾ HS സൃഷ്ടി പറഞ്ഞതും അത് തന്നെ. ഓക്കെ, ഗുരെ ഐഡന്റിഫൈഡ് 6 മെയിൻ ഫീച്ചേഴ്സ് അല്ലേ, ഹൈറാർക്കി, എൻഡോഗമി, റെസ്ട്രിക്ഷൻസ് ഓൺ ഫുഡ് ആൻഡ് മാരേജ്, സെഗ്മെന്റൽ ഡിവിഷൻ, സിവിൽ ആൻഡ് റിലീജിയസ് ഡിസബിലിറ്റീസ്, പിന്നെന്താണ് പറയാൻ വിട്ടുപോയത്? എല്ലായല്ലോ. ഓക്കെ, ഫുഡ് ആൻഡ് മാരേജ്, ഇവിടെ നമുക്ക് എൻഡോഗമി കൊണ്ടുവരാം. ഫുഡ് ആൻഡ് ഡ്രിങ്ക്സും ഇവിടെ നമ്മൾ തിരുത്താൻ വിട്ടുപോയി. ഫുഡ് ആൻഡ് ഡ്രിങ്ക്സും നമുക്ക് മാരേജിന്റെ കാര്യം നമുക്ക് സ്പെഷ്യൽ ഒരു പോയിന്റ് ആയിട്ട് വരാം. മാരേജിന്റെ അവിടെ എന്തായിരുന്നു? എൻഡോഗാമി. എൻഡോഗാമി എന്താണ്? ആ ജാതിക്കുള്ളിൽ തന്നെ ഉള്ളത്, അതാണ് ആ റെസ്ട്രിക്ഷൻസ്. ഒരു പോയിന്റ് ആയിട്ട് വരുന്നത് എങ്ങനെ? നമ്മൾ 6 ഫീച്ചേഴ്സ് ആയിട്ടാണ് പറയുന്നത്. സോ എണ്ണം വരുമ്പോൾ 6 വേണമല്ലോ. ലൂയിസ് ഡുമാൻ സ്ട്രക്ചറൽസ് അപ്രോച്ചിങ് ഹോമോ ഹൈറാർക്കൽസ്, പുള്ളിയുടെ വൺ ഓഫ് ദ മെയിൻ ബുക്കാണ്, പഠിച്ചു വെച്ചോ. പേര് സ്പെല്ലിംഗ് തെറ്റാതൊന്ന് പഠിച്ചു വെച്ചോ, നമുക്ക് പലയിടത്തും കോട്ട് ചെയ്യാം. It shifted the analysis from the economic or political to the ideological level. അല്ലേ, ഒരു എക്കണോമിക് പൊളിറ്റിക്കൽ ആംഗിളിൽ നിന്ന് ഒരു ഐഡിയോളജിക്കൽ ലെവലിലോട്ട് കൊണ്ടെത്തി. ഡുമൺ സോ കാസ്റ്റ് ആസ് എ വാല്യൂ സിസ്റ്റം ഓർഗനൈസ്ഡ് അറൗണ്ട് ദ പ്രിൻസിപ്പിൾ ഓഫ് ഹൈറാർക്കി ആൻഡ് ദ ഒപ്പോസിഷൻ ബിറ്റ്വീൻ പ്യൂരിറ്റി ആൻഡ് പൊല്യൂഷൻ. പ്യൂരിറ്റി പൊല്യൂഷൻ തമ്മിലുള്ള ഒരു ഒപ്പോസിഷൻ കാരണമാണ് ഈ പ്രിൻസിപ്പിൾ ഓഫ് ഹൈറാർക്കി വന്നതെന്നുള്ള രീതി, അല്ലെങ്കിൽ ഈ ഒരു കാസ്റ്റ് സിസ്റ്റം ഉണ്ടായി വന്നതെന്നുള്ള രീതിയിലൊക്കെ ലൂയിസ് ഡുമാൻ പറഞ്ഞു. അക്കോർഡിംഗ് ടു ഹിം, ഇന്ത്യൻ സൊസൈറ്റി വാസ് ഹോളിസ്റ്റിക്, giving precedence to status over power and wealth. Although influential, Duman's view was later criticized for reproducing the Brahminical idea and ignoring the live realities of lower caste. അപ്പൊ പുള്ളിയും അതിനൊരു പോസിറ്റീവ് ആംഗിൾ ആയിട്ട് പറഞ്ഞു. ഇപ്പൊ പ്യൂരിറ്റി പൊല്യൂഷൻ ഉള്ള കോൺസെപ്റ്റ് പുള്ളി പറഞ്ഞത് എങ്ങനെയാ, അതിനെ അനുകൂലിച്ചാ പറഞ്ഞു. ഏർലി തിങ്കേഴ്സ് ഇൻഡോളജി ആയിരുന്നു.
പുള്ളി അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലൊക്കെയാണ് പുള്ളിയും പറഞ്ഞത്. പിന്നീട് ആര് വന്നു? എംപിരിക്കൽ സ്റ്റഡീസ്, M.N. ശ്രീനിവാസ് മജുംദാർ, ആൻഡ്രൂ ബെറ്റിലെ, who studied caste operates in everyday life. Srinivas studied Rampura village, revealed that caste static അല്ല, ഡൈനാമിക് ആണ്, കേപ്പബിൾ ഓഫ് അഡാപ്ഷൻ ആൻഡ് മൊബിലിറ്റി. അല്ലേ? അതായത് ഒരു ഒരു ലെയർ ഓഫ് സിസ്റ്റത്തിൽ നിൽക്കുന്ന ജാതിയിലുള്ളവർക്ക് മറ്റേ കാസ്റ്റ് സിസ്റ്റത്തിൽ പോകാൻ പറ്റില്ലെന്നാണ് മുന്നിലുള്ളവരൊക്കെ പറഞ്ഞു വെച്ചത്. അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിൽ GS കുരെ, ലൂയിസ് ലൂമണ്ടൊക്കെ പറഞ്ഞു. പക്ഷെ M.N. ശ്രീനിവാസ് എന്ത് പറഞ്ഞു? സ്ട്രക്ചറൽ ഫംഗ്ഷനിസം അല്ലേ, അവർ കുറച്ച് ക്രിറ്റിസിസം ഒക്കെ ഏറ്റെടുത്തിട്ട് അതിനെ നന്നാക്കി കാണിക്കും. അവർ പറയും അങ്ങനൊന്നും അല്ല കേട്ടോ, ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാനൊക്കെ പറ്റും, ആ രീതി പറഞ്ഞു. എന്നാലും അവരത് പൂർണ്ണമായി തള്ളിക്കളയുന്നില്ല. His concept of Sanskritization explained how lower caste adopt upper caste rituals and lifestyles to improve their social understanding. His idea of dominant caste highlighted the role of power and land ownership in local hierarchies, showing that caste interacts with class and politics. Okay. ആൻഡ്രൂ ബെറ്റൽ എന്ത് പറഞ്ഞു? കാസ്റ്റ് ക്ലാസ് പവർ ഇന്റർസെക്ഷൻ അല്ലെങ്കിൽ ഇന്റർറിലേഷൻ ഉണ്ടെന്നുള്ള രീതി പറഞ്ഞു. മെയിൻലി സൗത്ത് ഇന്ത്യ. പുള്ളി പഠിച്ച സൗത്ത് ഇന്ത്യയിലാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. His studies demonstrated that ritual hierarchy often diverges from economic and political hierarchy, challenging the notion of a single unified caste order. അതായത് റിച്വൽ ഹൈറാർക്കി എന്ന് പറയുന്നത് എന്ത് പറ്റും? അത് ഓവർലാപ്പ് ചെയ്യും ഏതൊക്കെയായിട്ട്? എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഹൈറാർക്കി ആയിട്ട്. അതായത് ഇതൊരു ഒറ്റ സിസ്റ്റമാണ്, വേറിട്ട് നിൽക്കുന്ന ഒരു സിംഗിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒക്കെ ആണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം ഇത് കാസ്റ്റ് ആണില്ല, കാസ്റ്റ് ഉള്ളവന്റെ കയ്യിൽ പണമുള്ളൂ. ഓക്കെ, മേജർ കാസ്റ്റിന്റെ കയ്യിലാണ് അധികാരം ഇരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് പഠിക്കുന്നുണ്ട്. എക്കണോമി ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് പഠിച്ച്, റിലീജിയൻ പൊളിറ്റി ഒക്കെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് പഠിച്ചിട്ട് കാസ്റ്റ് വേറെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് പഠിച്ചാൽ പ്രശ്നമുണ്ട്. കാരണം ഈ ഹയർ കാസ്റ്റ് ആണ് പലയിടത്തും റൂൾ ചെയ്യുന്ന. ഓക്കെ, ഈ കോൺഫ്ലിക്ട് ക്രിട്ടിക്കൽ ആകുമ്പോൾ നമ്മൾ എന്ത് പറയും? മാർക്സിസ്റ്റ് ചിന്താഗതിക്കാരൻ AR ദേശായി, പിന്നെ നമ്മൾ അംബേദ്കറിനെയും കൊണ്ടുവരാം. അംബേദ്കർ എന്ത് പറഞ്ഞു? സിസ്റ്റം ഓഫ് ഗ്രേഡഡ് ഇൻഇക്വാലിറ്റി ആയിട്ട് ഇതിനെ പറഞ്ഞു, അല്ലെ? ഗ്രേഡഡ് ഇൻഇക്വാലിറ്റി ആൻഡ് സോഷ്യൽ എക്സ്ക്ലൂഷൻ. ഗ്രേഡഡ് ഇൻഇക്വാലിറ്റി ഓർമ്മയുണ്ട്, ലെയർ ബൈ ലെയർ, ഓരോ ലെയറിന് താഴെയും മറ്റേ ലെയർ ഉണ്ട്, അതിന് താഴത്തെ ലെയർ എടുത്താൽ അതിന്റെ താഴെ ആള് കാണും. ഓക്കെ, ആ രീതി. അപ്പൊ ഇതിന്റെ ഒറിജിൻ എങ്ങനെയാണെന്നാണ് അംബേദ്കർ പറഞ്ഞത്? ബ്രാഹ്മണിക്കൽ എൻഡോഗമി ആൻഡ് കൺട്രോൾ ഓഫ് വുമൻ. ബ്രാഹ്മണിക്കൽ വുമന്റെ കൺട്രോളിന് വേണ്ടി ഒക്കെ അവർ ചെയ്തതാണ്, ഡിവൈൻ വില്ലല്ല, ഈശ്വരൻ കൊണ്ടുവന്നൊന്നും അല്ലെന്ന്. അംബേദ്കർ പിന്നെന്ത് എംബസൈസ് ചെയ്തു? അംബേദ്കർ എംബസൈസ് കാസ്റ്റ് ആസ് എ സ്ട്രക്ചർ ഓഫ് പവർ, ലെജിറ്റിമൈസിങ് ഇൻഇക്വാലിറ്റി ത്രൂ റിലീജിയൻ. ഓക്കെ, കാസ്റ്റിനെ ഒരു സ്ട്രക്ചർ ഓഫ് പവർ ആക്കി. ഓക്കെ, ഇത് കാസ്റ്റ് എന്ത് ചെയ്യും? അതിനെ ഇൻഇക്വാലിറ്റിയെ ജസ്റ്റിഫൈ ചെയ്യും അല്ലെങ്കിൽ ലെജിറ്റിമൈസ് ചെയ്യും. എങ്ങനെ? മതത്തിന്റെ പേരിൽ. ഓക്കെ, അതായത് മതത്തിന്റെ പേരിൽ കാസ്റ്റ് സിസ്റ്റത്തെ ജസ്റ്റിഫൈ ചെയ്തു, അല്ലേ? ഇപ്പൊ പുരുഷ സൂക്ത തിയറി ഒക്കെ ഉണ്ടല്ലോ. ബ്രാഹ്മിൻസ് ബ്രഹ്മാവിന്റെ തലേന്ന് വന്നു, ശൂദ്രാസ് കാലിന്ന് വന്നു, ഇടയ്ക്കുള്ളവർ കൈന്നും തുടയുന്നും ഒക്കെ വന്നു എന്നുള്ള രീതിയിൽ. സോ ദൈവങ്ങളെ ഉപയോഗിച്ച് ഇതങ്ങ് ജസ്റ്റിഫൈ ചെയ്തു. അതായിരുന്നു സംഭവിച്ചത്. ലേറ്റർ മാർക്സിസ്റ്റ് സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള AR ദേശായി ഒക്കെ കാസ്റ്റിനെ എങ്ങനെ കണ്ടു തുടങ്ങി? ഇതൊരു തരം ക്ലാസ് എക്സ്പ്ലോയിറ്റേഷൻ ആണ്, വിച്ച് ഈസ് റൂട്ടഡ് ഇൻ അഗ്രേറിയൻ റിലേഷൻസ് എന്ന് പറഞ്ഞു. ഇമ്പോർട്ടന്റ് പേര് ഹൈലൈറ്റ് ചെയ്തിട്ടില്ല, അഗ്രേറിയൻ റിലേഷൻസ്. ഓക്കെ, ഇനി കണ്ടംപററി അണ്ടർസ്റ്റാൻഡിങ് നോക്കാം. എ ട്രഡീഷണൽ ഹൈറാർക്കി, ഡൈനാമിക് സോഷ്യൽ ഐഡന്റിറ്റി ആയിട്ടാണ് മോഡേൺ സോഷ്യോളജി കാസ്റ്റിനെ കാണുന്നത്. ട്രഡീഷണൽ ഹൈറാർക്കി ആയിട്ടും, എന്നാൽ ഡൈനാമിസം. ഓക്കെ, അതിന് ചെറിയ മാറ്റങ്ങൾക്കൊക്കെ പറ്റും. അപ്പം നിലവിൽ എന്താണ് മെയിൻ കാര്യങ്ങൾ? പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ, അഫർമേറ്റീവ് ആക്ഷൻ, അർബനൈസേഷൻ ഒക്കെ കാരണം കാസ്റ്റ് റിലേഷൻ ഒരുപാട് സ്ട്രക്ചറൽ മാറ്റങ്ങൾ ഉണ്ടായി. കാസ്റ്റ് കണ്ടിന്യൂസ് ടു ഇൻഫ്ലുവൻസ് മാരേജ്, പൊളിറ്റിക്സ് ആൻഡ് എവറിഡേ ലൈഫ്. എന്നിട്ടും ഇന്നും കല്യാണം കഴിക്കുമ്പോൾ നമ്മുടെ ഞായറാഴ്ച പത്രം എടുത്ത് നോക്കിയാൽ അറിയാം, അതിന്റെ കല്യാണം കോളം എടുത്ത് നോക്കിയാൽ അറിയാം, ഇന്ന ജാതി, ഇന്ന ജാതിയിലുള്ളവർ പറ്റില്ല. അതിപ്പോ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്, പേടിച്ചിട്ടാ, എന്നാലും ഇന്ന ജാതിയിലുള്ള ഇന്ന വധുവിനെ തേടുന്നു. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു സാധനം കൂടി വരും, തൊലി വെളുപ്പും കാര്യങ്ങളൊക്കെ, അല്ലേ? അത് നമുക്ക് ഏതായാലും കാസ്റ്റിൽ ഡിസ്കസ് ചെയ്യേണ്ട, വരും ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്യാം. റിച്വൽ ആൻഡ് മെറ്റീരിയൽ ഡയമെൻഷൻ. കൺക്ലൂഷൻ ആയിട്ട് ഇങ്ങനെ എഴുതാം. സോഷ്യോളജിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് കാസ്റ്റ് ആയി വേൾഡ് ഫ്രം വ്യൂയിങ് സ്റ്റാറ്റിക്. ആദ്യം സ്റ്റാറ്റിക് ആണെന്നാണ് പറഞ്ഞത്, അല്ലേ? Static religious order to recognize it as a dynamic system of social stratification and power. From Dumont's ideological analysis to Ambedkar's conflict theory and Srinivas field studies, caste is now seen as both a structure of domination and a site of change and resistance. കാസ്റ്റിനെ എന്ത് പറയാം? ഒരാള് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് മറ്റൊരു ഗ്രൂപ്പിനെ ഡോമിനേറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം, എന്നാൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനുള്ള ഒരു ഡയമെൻഷൻ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം, അല്ലേ? പല എക്സ്പ്ലോയിറ്റേഷനിൽ നിന്നും ഉള്ള രീതിയിൽ മനസ്സിലാക്കാമെന്ന് ഉള്ളൊരു ആംഗിളും നമ്മളിവിടെ കണ്ടു.
Thus, sociology transforms the study of caste from a sacred hierarchy into a complex, deep social reality shaped by history, politics and human agency. ഇത്ര എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, കൺക്ലൂഷൻ ഒക്കെ പക്ഷെ നിങ്ങൾ എഴുതി വെച്ച പോയിന്റ്സ് ഒന്ന് കൺക്ലൂഡ് ചെയ്യുക. അതായത് ആദ്യം സ്റ്റാറ്റിക് ആയിട്ട് കണ്ടു, പിന്നെ ഡൈനാമിക് ആയി, പിന്നെ ഏതൊക്കെ വ്യൂ കണ്ടു, ആദ്യം എന്ത് ചെയ്തു, ഇതിനെ ജസ്റ്റിഫൈ ചെയ്ത് വന്നു, കോൺഫ്ലിക്റ്റ് വന്നു, പിന്നെ ഫീൽഡ് സ്റ്റഡീസ് ഒക്കെ മാറിയപ്പം ഇതിന് കൂടുതൽ എംപിരിക്കൽ ബേസിസിലൊക്കെ പല ക്ലെയിംസും ജസ്റ്റിഫൈ ചെയ്ത് തുടങ്ങി. ഇത് ഡോമിനേഷൻ മാത്രമല്ല, ചേഞ്ചും റെസിസ്റ്റൻസിനെയും കൂടി കാണിക്കുന്നുണ്ടെന്ന് നമുക്ക് പറഞ്ഞു നിർത്താം. ഇത്രയുള്ളായിരുന്നു നമ്മുടെ മോഡൽ ആൻസർ ആൻഡ് ഇത്രയുള്ളായിരുന്നു കാസ്റ്റിനെ പറ്റി. നമുക്കിനി വരുന്ന കുറേ സെഷൻസ് ഉണ്ട് കാസ്റ്റിനെ പറ്റി, ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളെല്ലാം അനലൈസ് ചെയ്യും. സോ നമുക്കതിൽ ആ സെഷൻസിൽ കാണാം. ബൈ, ടേക്ക് കെയർ.